ഹേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറൂണ് കുച്ചാലാകാൻ ഈ ഒരൊറ്റ കറി മതി. അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ചട്ടി തന്നെ കറി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചട്ടി വെക്കുന്നതാണ് ഇത് രുചി. ഞാനിത് തലേ ദിവസം കറി വെക്കണമെന്നും കണ്ട് എടുത്ത് വെച്ച മുരിങ്ങയ്ക്കായാണ്. പക്ഷേ അത് പറ്റിയില്ല. അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നതാണ്. 2 മുരിങ്ങയ്ക്കായും ഒരു 10-12 ചുവന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞത്, എരിവിനാവശ്യമായ പച്ചമുളക്, ഞാനിവിടെ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 എണ്ണ എടുത്തിട്ടുള്ളൂ, 2 തണ്ട് കറിവേപ്പില, പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ മുരിങ്ങയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി പാകത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇത് അരപ്പിന് ഒരു ചെറിയ മുറി തേങ്ങ ചുരണ്ടിയത്, ഒരു 4 അല്ലി വെളുത്തുള്ളി, നമ്മൾ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കണം അതിൻ്റെ കളറിന്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗറായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുളിക്ക് ആവശ്യമായ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങളും ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 കിലോ ചെമ്മീനാണ്, നല്ല തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ നാരുമെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചെമ്മീൻ, ചെറിയ ടൈപ്പ് ചെമ്മീനാണ്, അത് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ അധികം വേവില്ലാത്തത് കൊണ്ടാണ് അത് ലാസ്റ്റ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് വേവിച്ചാൽ അത് റബ്ബർ പോലെയാകും. അപ്പോൾ ചെമ്മീനും ചേർത്തൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ആ മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളവും കൂടെ, ചാറ് കുറച്ച് കുറുകും, അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർക്കണം. വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചട്ടി നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളക്കി, അതുകൊണ്ട് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഇളക്കി വാങ്ങി വയ്ക്കാം. കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് ഇളക്കണം, ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക്, 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി കഴിയുമ്പോൾ 2-3 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് മൂപ്പിച്ച് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് താളിച്ച് കറിയിലേക്ക് നമുക്ക് ചേർക്കാം. താളിച്ച് ചേർത്തിട്ട് നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് ഇളക്കി ഉപയോഗിക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. മുരിങ്ങയ്ക്കായും പച്ചമാങ്ങായും ചെമ്മീനും കൂടെ ചേർത്തിട്ടുള്ള കറി. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്ന് ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരൊറ്റ കറി മതി ഒറ്റ പാത്രം ചോറുണ്ണാൻ. അത്രയ്ക്കും ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.